ചിത്തിര. ഇന്നത്തെ ദിവസം നമ്മൾ പൂക്കളത്തിലാണെങ്കിൽ പോലും വെള്ളപ്പൂ നമ്മൾ അതിനകത്തോട്ട് വെക്കുന്ന ഒരു ദിവസമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഓൾസോ നമ്മുടെ കിച്ചണിലാണെങ്കിലും നമ്മൾ വീടുകളിലാണെങ്കിലും എന്തായാലും വിരുന്നുകാരൊക്കെ ഓണത്തിന് വരും. അതിനു മുമ്പുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മെനക്കിയെടുക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞാനും എല്ലാം ഒന്ന് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇന്നത്തെ നമ്മുടെ ഓണരുചി മധുരത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. ആരാന്നൊക്കെ പറയാം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണരുചി മധുരം, co-branded by Texma Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajakumari The Complete Shopping Center. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ കണ്ടു കഴിഞ്ഞാലും ടെലിവിഷനിൽ കണ്ടു കഴിഞ്ഞാലും സീരിയൽ രംഗത്താണെങ്കിൽ പോലും വളരെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ആർട്ടിസ്റ്റാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്. പ്രത്യേകിച്ചും കുക്കിംഗ് ASMR വീഡിയോസിലൊക്കെ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചിത്തിര ദിവസത്തിൽ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റായ സരിത ചേച്ചിനെ ഞാൻ വെൽക്കം ചെയ്യാണ് എൻ്റെ കിച്ചണിലേക്ക്. ഹായ് ചേച്ചി. ഹായ്. ആദ്യം തന്നെ ഓണാശംസകൾ. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയട്ടെ, കണ്ടാണ് നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചേച്ചിയുടെ വീഡിയോസും പണ്ട് മുതലേ ചേച്ചിയുടെ വർക്കുകളൊക്കെ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. നേരിട്ട് കുറച്ചും കൂടി ഭംഗി കൂടുതലാട്ടോ. ആണോ? താങ്ക് യു. എന്താണ് ഇത്രയും വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ഒരുപാട് മേഖലകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ, അതായത് കീപ്പിംഗ് അപ്പ് വിത്ത് ദ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് ചേച്ചിയും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? സ്കിൻ ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ നല്ല മനസ്സുണ്ട്. ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിൽക്കാറ്. നല്ല മനസ്സ്. അതുപോലെ തന്നെ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, നല്ലപോലെ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെയും രസിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ കിച്ചണും ഒരുക്കങ്ങളൊക്കെ? കിച്ചൺ അടിപൊളി. ഞാൻ വന്നറിഞ്ഞ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അടിപൊളി കിച്ചൺ. എല്ലാം അമ്മ പഠിപ്പിച്ചു തന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ചേച്ചി ഇന്ന് ചെയ്യുന്ന സ്പെഷ്യൽ ഡിഷിന് എന്തൊക്കെ വേണമെന്ന്. സോ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കാവുന്ന രീതിയിൽ ഒരുക്കുന്നുണ്ട്. ചിലപ്പോൾ കട്ടിംഗ് ഒക്കെ ചിലപ്പോൾ ചേച്ചി ഉദ്ദേശിച്ച ഷേപ്പിലൊന്നും ആയിരിക്കൂല, എന്നാലും എന്താണ് സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? സദ്യക്ക് മെയിൻ വിഭവമായ കുറുക്ക് കാളൻ. കുറുക്ക് കാളൻ സദ്യയിൽ വിളമ്പാൻ വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ താഴേക്ക് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും തിക്കാണ്. നമുക്ക് എന്തായാലും അത് നോക്കിയാലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ശില്പനോട് പറഞ്ഞ ഒരു കാര്യം ശില്പ ചെയ്തിട്ടില്ല. നല്ല പുളിച്ച തൈര് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇല്ല. തൈരല്ലേ? തൈര് ഇപ്പൊ കൊണ്ടുവരട്ടോ. ഓക്കെ, അപ്പൊ തൈരും റെഡി. ഇനി എല്ലാം സെറ്റ് അല്ലേ? ഇതെല്ലാം സെറ്റ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ വേവിച്ച് വെച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ പച്ചക്കായും ചേനയും കുരുമുളക് പൊടിയുടെ വെള്ളത്തിലാണല്ലോ വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെ ചേച്ചി നമ്മൾ ഓഡിയൻസിനോട് ഒന്നും കൂടി പറഞ്ഞോളൂ. അതായത് ശില്പയോട് ഞാൻ പറഞ്ഞിരുന്നു, കുരുമുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു അതൊന്ന് കലക്കി ഊറ്റിയെടുക്കണം. നമുക്ക് ആ പൊടി നമുക്ക് ആവശ്യമില്ല, കാരണം കുരുമുളകിന്റെ കുത്തല് നമുക്ക് വേണ്ട. എന്നാ അതിന്റെ ഫ്ലേവർ തൊട്ട് വേണം. ഓക്കെ, അപ്പൊ ഞാനിത് അടുപ്പത്ത് വെക്കുകയാണേ. പാത്രം ഉണ്ടല്ലോ നമ്മുടെ യൂടെൻസിൽസ് കുക്ക്വെയറിന്റെ ആണ്. ഇനി ഈസി പീസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത അവരുടെ ബെസ്റ്റ് യൂടെൻസിൽസ് ആണ് ഇതൊക്കെ. ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വന്ന ഉടനെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. പിന്നെ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുമ്പോ ഇതെന്താന്ന് ചോദിക്കണം, മോശമല്ലേ? എപ്പോഴാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്? എടാ, ഞാൻ 6ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ. 12 വയസ്സാകുമ്പോഴേക്കോ എന്താണ് ആദ്യം വെച്ചത്? പഴംപൊരി. വീട്ടില് ഏറ്റവും ആദ്യം പഴംപൊരി, അത് സ്നാക്ക് ആയിട്ട് കൂട്ടാമേ. ആദ്യമായിട്ട് വെച്ചത് ശരിക്കും രസമാണ്. അഹങ്കാരം പറയല്ല. ഞാൻ അത്ഭുതത്തോടെ നോക്കാം. ഞാനിപ്പോ എന്റെ കുട്ടിക്ക് 7 വയസ്സായി. ഇനി അവള് ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് കൈ കൊടുക്കാൻ ഇങ്ങനെ ആലോചിക്കാം. ഇപ്പൊ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോ അതിന്റെ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോ എനിക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഇതിലുണ്ട് എന്നുള്ളത്. എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ചെറുപ്പം പോലെ ഫുഡിയാണ്. ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, ചേച്ചിയുടെ അമ്മയാണ് ബോഡി ഷേമിങ് ചേച്ചിനെ ചെയ്യാനെന്ന്. സത്യം പറഞ്ഞാൽ അതെന്താണ് സംഭവം? അമ്മയ്ക്ക്
ചേച്ചി ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ആണോ? ഞാൻ ഏജ്ഡ് ക്യാരക്ടർ ചെയ്യണമെന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ആണോ? ശരിക്കും സരിത ചേച്ചി റിവേഴ്സ് ഏജിലേക്ക് പോകുന്ന കുറെ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ ധാവണിയൊക്കെ എടുത്ത് വന്ന പിന്നെ ഞാൻ തന്നെ ആലോചിക്കും ഞാൻ എന്താണ്. ചേച്ചി നിങ്ങളുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടി മാത്രം ഞാൻ ഇതിട്ടു. പിടിച്ചു നിൽക്കുന്നില്ല, അതൊക്കെ മേലെ. അപ്പൊ ചേച്ചി ചെയ്തോളൂ, ചേച്ചി ചെയ്തോളൂ. നമ്മുടെ പുളിച്ച തൈര് ഒഴിക്കുകയാണേ. പുളിച്ച തൈര് തന്നെ വേണം അല്ലേ? വേണം, നമുക്ക് ചെറിയൊരു പുളിപ്പ് വേണമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തൈര് ഒഴിക്കുകയാണ്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകും. ഓക്കെ. അപ്പൊ കല്യാണം ആകുമ്പോഴത്തേക്കും ഏകദേശം കുക്കിംഗ് ഒക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന രസമാണ്. ഈ രസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് അച്ചാറാണേ. അപ്പൊ ഞാനും കുട്ടിയാണ്. ഞാൻ പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ മൊത്തം കുറെ കുട്ടികളുണ്ടാവും, 12 പിള്ളേരോളം ഉണ്ട്. അപ്പൊ അവിടുത്തെ ക്യാപ്റ്റൻ ഞാനാണ്. ഞാൻ കപിൽ ദേവ് ആയിരുന്നു അന്നൊക്കെ. അച്ചാർ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് പിള്ളേരൊക്കെ നിരത്തി നിർത്തും. ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുന്ന പോലെ എല്ലാവരെയും കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് അവരായിരുന്നു എന്റെ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ. അപ്പൊ ഹസ്ബൻഡിന് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? പുള്ളിക്ക് ഹസ്ബൻഡിന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം ഞണ്ട് ബിരിയാണി. ഞണ്ട് ബിരിയാണിയോ? ഓണമായി പോയി, ക്രിസ്മസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിക്കാം. അത് എളുപ്പമാണ്. അത് ഇതിപ്പോ നോക്കി ഞാൻ അതേ സിമ്മാക്കാണേ. ഇതിപ്പോ തിളച്ചു. ഞാൻ കൈ എടുക്കാണ്ട് ഇളക്കിയത് കൊണ്ട് പിരിഞ്ഞു വന്നിട്ടില്ല. അടുത്ത നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടി വേണം. പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് നോക്കണം. ഇനി ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം. പച്ചക്കായൊക്കെ വെന്തോന്ന് പറയണമല്ലോ. ഞാൻ നോക്കട്ടെ, ഏറ്റവും ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. കറക്റ്റ്. ഉപ്പിന് ഇത്തിരി കുറവുണ്ട്. നല്ല പുളിച്ച തൈര് എന്ന് പറഞ്ഞാൽ നല്ല തൈര് തന്നെ തന്നു. കൊള്ളാം. അപ്പൊ നമ്മുടെ തേങ്ങ ഇടട്ടെ ഞാൻ. ഇട്ടോളൂ. ശരിക്കും പറഞ്ഞ ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. നമ്മുടെ നല്ല ജീരകം, പച്ചമുളക്, തേങ്ങയും കൂടി അരച്ച്, അതും അധികം വെള്ളമില്ലാണ്ട് കുറുക്ക് പോലെ അരച്ചെടുക്കുക. നമുക്കിനി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കളറിന്റെ കുറച്ച് കുറവുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിന്റെ മഞ്ഞപ്പൊടിയാട്ടോ. ഓക്കെ, ഞാൻ ഈസ്റ്റേൺ ഫാൻ കൂടിയാണേ. ആണല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈസ്റ്റേണിന്റെ മഞ്ഞപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഇനി താളിപ്പ് മാത്രമേ ഉള്ളൂ. എടാ, ഇനി നമുക്ക് ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് ഇരിക്കും തോറും കുറുകി വരും. താളിക്കാം. ചേച്ചി, നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മിസ്റ്റർ ഗോൾഡിന്റെ സൺഫ്ലവർ ഓയിൽ ഇരിപ്പുണ്ട്. അടിപൊളി. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത് 3 മതിയല്ലോ. അപ്പൊ ഞാനത് ഓഫാക്കാൻ പോവാണ്. ഏകദേശം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ദാ നമ്മുടെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. പൊട്ടുന്നുണ്ടല്ലോ. 2-3 വറ്റൽമുളക് ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്തേ. നമ്മുടെ കറിവേപ്പില ഇട്ട് ഒരുപാട് മരിച്ചില്ല. നമ്മുടെ കറിവേപ്പിലിന്റെ ഭംഗി അങ്ങ് പോയി പോകും. സംഭവം റെഡി. എടാ, പഞ്ചസാര അവിടെ ഇരിപ്പുണ്ട് ചേച്ചി, റൈറ്റ് സൈഡില്. ഓക്കെ, കണ്ടു. ഒരു നുള്ളു പഞ്ചസാര. അത് നമ്മൾ ആ പുളി ബാലൻസ് ചെയ്യാൻ, പുളിയും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുറുക്ക് കാളൻ റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേച്ചി, അവിടെ സൈഡിൽ ഒരു ബോൾ ഉണ്ട്, അതിനകത്തോട്ട് ഇട്ടിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അതിന്റെ ലുക്ക് അങ്ങോട്ട് മുഴുവൻ എടുക്കാം.
എല്ലാം സെറ്റ്. എല്ലാം സെറ്റ്. ലാസ്റ്റ് ഈ ഷെഫ്സ് ടച്ച് എന്നൊക്കെ പറയുമ്പം അതുപോലെ ഒരു വറ്റൽ മുളകിന്റെ 3 കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് മൊത്തത്തിൽ ലുക്കായുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇലയിൽ ഒഴിച്ചാൽ ഇലയിൽ കടന്നു പോകാത്ത ഒരു കാളൻ കറി. ഓ നമ്പർ 1. ഞാൻ കാളന്റെ ഫാൻ അല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ഇങ്ങനെ ഒരു ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇങ്ങനെയാണോ ഉണ്ടാക്കി തരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാളൻ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കും. യമ്മി, റിയലി ഗുഡ്. താങ്ക് യു. ഇനി നെക്സ്റ്റ് എന്താ? ഇനി നെക്സ്റ്റ് ഒരു മധുര ആയാലോ? ഓഫ് കോഴ്സ്. ഇതാണ് ചേച്ചി ഇന്നത്തെ ഡെസേർട്ട് സ്പെഷ്യൽ. ഡെസേർട്ട് മധുരമാണ്, പക്ഷെ ഞാനൊരു സാധനം പറഞ്ഞ അത് മാത്രം കാണുന്നില്ല. എന്താണ് സംഭവം? എന്താണ്? ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച് ആണോ? അത് ഞാനൊരു ആടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഇല്ല, ആദ്യം വേണ്ട, അതെനിക്ക് അവസാനം മതി. ഓ, ഞാൻ വെച്ച് ഇനിയിപ്പോ അതില്ലാന്ന് വിചാരിച്ചു. എന്താണ് സംഭവം? ബട്ടർ സ്കോച്ച് പാലട പായസം. ബട്ടർ സ്കോച്ച് പാലട പായസം അടിപൊളി. നമ്മളെപ്പോഴും നല്ല വൈറ്റ് കളറിലാണല്ലോ പാലട പായസം ഇരിക്കുന്നത്. നമുക്ക് അതൊരു ചോക്ലേറ്റ് കളർ ആക്കാം. അതെങ്ങനെ നമ്മൾ ചെയ്യും? ആദ്യം ഈ പഞ്ചസാര കാരമലൈസ് കാരമലൈസ്. അപ്പൊ ചൂടാവുന്ന ഉരുളിയിലോട്ട് നമ്മൾ പഞ്ചസാര ചേച്ചിയുടെ മോൻ ഇപ്പൊ എത്രയിലായി? മോൻ 10th. 10th-ലായല്ലേ? ആരെങ്കിലും കണ്ടാ പറയോ 15 വയസ്സുള്ള ഒരു ചിത്രത്തിന്റെ അമ്മയാണെന്നുള്ളത്? എളുപ്പത്തില് ഈ വീട്ടമ്മമാർക്കൊക്കെ രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ പറ്റിയ റെസിപ്പീസ്, ഇപ്പൊ ചോറും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്ക് എന്താ ചേച്ചി? ഫ്രൈഡ് റൈസ് തന്നെയാടാ ഏറ്റവും സിമ്പിൾ പരിപാടിയല്ലേ. റൈസ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തലേ ദിവസം. അത് 2 ദിവസത്തേക്ക് ഇരിക്കും. ആ റൈസ് പെട്ടെന്ന് ഒന്നും ചീത്താവത്തില്ല. ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് റൈസ് വിട്ട് അത്ര സംഭവം ഭയങ്കര എളുപ്പം. പുറത്തു പോയി ആഹാരം കഴിക്കാൻ അതേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ച ചേച്ചി കൂടുതലും കുക്ക് ചെയ്യും. പക്ഷെ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് ചെയ്യും കേട്ടോ. ഹസ്ബൻഡ് ഞാൻ ഉണ്ടെങ്കിൽ ചെയ്യില്ല. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നേ. ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു വില്ലൻ ലുക്ക്. കാണാൻ റൗഡിയെ പോലെ ഇരിക്കൂടാ. ഇഷ്ടമാണ് ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താണ്? നമ്മൾ എവിടെയും പോകുമ്പോ ഹസ്ബൻഡ് അങ്ങനെ റൗഡി ലുക്കുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയ ആരും അടുക്കില്ല അങ്ങനെ വല്ലതും? അതുകൊണ്ടല്ല, എന്തോ പുള്ളിനെ കണ്ട ഒരു ഒരു വില്ലൻ ലുക്കാണ്. ഒരു വൃത്തികെട്ട അവ സാധാരണ രീതിയിൽ എല്ലാവരും നല്ല ടോൾ ഡാർക്ക് ആൻഡ് ഹാൻസം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പം ഇവിടെ ഒരാൾക്ക് ഗുണ്ടകളെയും റൗഡികളെയും ഒക്കെയാണ് ഇഷ്ടം. അയ്യോ എടാ, കരിഞ്ഞിട്ടില്ല. ഞാൻ പാലൊഴിക്കുകയാണേ. കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചേച്ചി? ഇത് നമ്മുടെ ചൗവരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചുമ്മാ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചൗവരി പായസം. ഇനി അതിനകത്ത് നമ്മൾ പാലട ഇടുന്നു. പായസം ഇഷ്ടമാണല്ലോ. ഞാൻ ഇത് എന്തായാലും മുഴുവൻ ഇടുവാണേ. മുഴുവൻ ഇട്ടു. ടെക്സ്മയുടെ കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻ ഉള്ള കിച്ചൺ ഒക്കെ ഇങ്ങനെ നമ്മൾ മിനുക്കി വെച്ചേക്കാണ്. ചേച്ചിക്ക് ടിഷ്യൂ വേണോ? ഞാൻ അതാണ് ഇത് ക്ലീൻ ചെയ്യാൻ എന്താ നോക്കിയിരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. ടെക്സ്മയുടെ ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ഞാൻ തന്നെ ക്ലീൻ ചെയ്യാം. ഓക്കെ അല്ലേ? വേറെ എവിടെയില്ലല്ലോ. കുറച്ചുകൂടെ തിളക്കണോടാ. നമ്മുടെ പായസത്തിൽ നമ്മൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മധുരം കുറയും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമാണ് പായസത്തിൽ. കണ്ടൻസ്ഡ് മിൽക്ക് ഇടണോ ഷുഗർ ഇടണോ? കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടാ മതി അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചി നമ്മുടെ യൂട്ടൻസിൽസിന്റെ ഉരുളി? എടാ ഉരുളി അടിപൊളിയടാ. ഞാനിത് എന്തായാലും വാങ്ങിക്കും കേട്ടോ വീട്ടിലേക്ക്. ലുക്കും ഉണ്ട് എന്നാൽ നമ്മുടെ കാര്യവും നടന്നു. അതെ, കാര്യവും നടന്നു. ഇത് നോൺ സ്റ്റിക്ക്. അതെ, നോൺ സ്റ്റിക്ക് ആണ്. ആണല്ലേ? ബട്ടർ ശരിക്കും എന്തിനാ ചേച്ചി? ഇനിയിപ്പോ എനിക്ക് എന്റെ ഒരു സ്പെഷ്യൽ സാധനം എന്താ? ഓ, എന്നാലേ പറയാൻ പറ്റൂ. അപ്പൊ ഞാൻ എന്നാ പുള്ളിനെ വിളിക്കട്ടെ. ഓക്കെ.
സരിതയ്ക്ക് ബട്ടർ സ്കോച്ചിനെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചേ പുള്ളീനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി ബട്ടർ സ്കോച്ച് ഉണ്ടാക്കി വെച്ചത് തെറ്റായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും, അത് വേറെ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയായിരിക്കും. എത്ര കാര്യങ്ങൾ എന്റെ മൈൻഡിൽ കൂടെ ഓടിയെന്നറിയും. പിന്നെ ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു നമ്മുടെ ജയൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബട്ടർ സ്കോച്ചുമായൊക്കെ പുള്ളി വരുന്ന പോലെ ചേച്ചി കുറച്ചും കൂടി സന്തോഷായിക്കോട്ടെ എന്ന്. ആയോ? അപ്പൊ ഈ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്ന രീതി നമ്മുടെ ഓഡിയൻസിനും കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ എനിക്കും അറിയണം. ബട്ടർ എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം, ഒന്നില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയിരിക്കണം, അല്ലെങ്കിൽ ഹെവി ക്രീം ആയിരിക്കണം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോ കാരമലൈസ് ചെയ്തില്ലേ ഷുഗർ, അതുപോലെ ആവും ഏകദേശം. അതാണ് ഈ കളർ വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഇത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് വേണ്ട, ഇല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ്. ഇത് ഈ പായസത്തിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മധുരത്തിന്റെ ഒരു വലിയ പ്രളയമായിരിക്കും, പക്ഷേ ബട്ടർ സ്കോച്ച് ഫ്ലേവറും പാലട പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് ആണെന്ന് എനിക്കിപ്പം മണം കേട്ടിട്ട് തന്നെ മനസ്സിലായി. ആ ചട്ടി ചൂടായി നമുക്കിനി വറുത്ത് കോരിയിടാം. പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഇടണം. ഇനി ഏലക്കാപ്പൊടി അഥവാ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു നുള്ള്. പക്ഷെ പായസത്തിന് പൊതുവേ ഇടുന്ന എല്ലാവരും ഏലക്കാപ്പൊടിയാണ്. പക്ഷെ നമുക്ക് ഇതിന് നമ്മൾ ബട്ടർ സ്കോച്ച് അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് വാനില എസൻസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതാ നമ്മുടെ പായസം ഓഫ് ആക്കി കേട്ടോ. കാരണം എന്താണെന്നറിയോ, അത് ഒട്ടുമിക്കരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ നെയ്യ്, നമ്മള് ഇത് വറുത്തിടുന്ന നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ ആ തിളച്ച ചൂടോടെ ആയിരിക്കും നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുക. അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ പായസത്തിലേക്ക് ഒഴിക്കാവൂ. അത് ഒട്ടുമിക്കവർക്ക് അറിയാത്തൊരു കാര്യമാണ്. അത് ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസം പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകും. ഒരു മുഴുവൻ പിരിയത്തില്ല, എന്നാൽ ആ പായസത്തിന്റെ ഭംഗി അങ്ങ് പോകും. കുറച്ചൊരു തൈര് പോലെ അവിടെ ഇരിക്കുമ്പോ അതിന്റെ ഭംഗി അങ്ങ് പോകൂലേ. അപ്പൊ എപ്പോഴും നെയ്യ് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാലൻസ് നെയ്യ് നമ്മൾ എന്തായാലും ഇന്നത്തേക്ക് ഒഴിക്കും. ആ ഒഴിക്കുന്ന നെയ്യ് അതൊന്ന് ശ്രദ്ധിച്ച. അപ്പൊ അണ്ടിപ്പരിപ്പിട്ടു, മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. കിസ്മിസ് ഇടുകയാണേ. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചേച്ചി പൊളിച്ചിട്ടാ. ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പൊളിച്ചില്ലെന്ന് പറയണം. ഓക്കേ. ഇത് തണുത്ത് കഴിഞ്ഞാലുള്ള രുചി ഉണ്ടല്ലോ മോളെ. ആണല്ലേ, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും അടിപൊളിയായിരിക്കും അല്ലേ? സൂപ്പർ ആയിരിക്കും. അതല്ല, ഞാൻ വായിലിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എന്റെ അമ്മോ, ടേസ്റ്റ് കൂടിയിട്ടാണോ? ഞാൻ വെച്ച് വാ പൊള്ളിട്ടായിരിക്കും. ഓ, ഇത് അടിപൊളി. കുട്ടികൾക്കൊക്കെ ഇത് ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു സാധനമായിരിക്കും. ഉഗ്രൻ ഐറ്റം, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട പായസമാണ് ബട്ടർ സ്കോച്ച് പാലട പായസം ബൈ സരിത ബാലകൃഷ്ണൻ. താങ്ക് യു.